ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ അടിപൊളിയായിട്ടുള്ള ഓപ്പൺ കിച്ചണാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. വീടിൻ്റെ എക്സ്റ്റീരിയർ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ സിറ്റ് ഔട്ടായി ഡിസൈൻ ചെയ്ത് വീടിൻ്റെ അകത്തളങ്ങളും വളരെ ഭംഗിയായിട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഓരോ ഏരിയയും വളരെ മനോഹരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ ഫോയറിൽ നിന്നും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ലിവിങ് ഏരിയ തന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ഈ ഒരു ലിവിങ്ങിൻ്റെ സ്പേസ് കൊടുത്തിരിക്കുന്നത്. എൽ ഷേപ്പിലായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിൾ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് അടിപൊളിയായിട്ട് ടി വി യൂണിറ്റും കൂടി ചെയ്തിട്ടുണ്ട്. ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ഏരിയ ലെങ്ത്തിലായിട്ട് വരുന്ന ജിഐ ഡിസൈനോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ലിവിങ് ഏരിയ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടൊരു അടിപൊളിയായിട്ടൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ഈ ഒരു ലിവിങ് ഏരിയയിൽ ഡബിൾ ഹൈറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഗ്രീൻ വുഡ് ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിങ് കഴിഞ്ഞ് ഫോയറിൽ നിന്ന് ഇവിടെയായിട്ടാണ് ഡൈനിങ് ഹാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിലേക്കുള്ള ആ ഒരു ലിവിങ് കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. വുഡ് ഗ്രീൻ കോമ്പിനേഷനിൽ തന്നെയായിട്ടാണ് സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹാൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിൽ തന്നെ സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് മനോഹരമാക്കിയിട്ടുള്ളത്. ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു സ്ലൈഡിംഗ് വിൻഡോ വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു പാഷ്യോ സെറ്റ് ചെയ്ത് അവിടെയായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ അകത്തളങ്ങൾ വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക. താഴെ 2 ബെഡ്റൂം നൽകി മുകളിലായിട്ട് 2 ബെഡ്റൂമോട് കൂടിയിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാളിലായിട്ട് സിമെൻറ്റ് ടെക്സ്ചർ പെയിൻറ്റിലായിട്ടാണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്ലൈഡിംഗ് ഡോർ ഓപ്പൺ ചെയ്ത് നേരെ മനോഹരമായിട്ടുള്ള പാഷ്യോയിൽ നിന്നായിട്ടാണ് വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാഷ്യോ വളരെ ഭംഗിയായിട്ടാട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരു വുഡ് ജിഐ കോമ്പിനേഷനിലായിട്ടാണ് ഈ ഒരു പാഷ്യോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെടി വയ്ക്കാനുള്ള സ്പേസ് കൊടുത്ത് നല്ല എയർ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു പാഷ്യോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിലായിട്ട് ഷീറ്റ് നൽകി അവിടെയായിട്ട് സീലിംഗ് ഷീറ്റും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നുണ്ട്. ഈ ഒരു വീട്ടിലെ 4 ബെഡ്റൂം ഡിഫറെൻറ്റ് സ്റ്റൈലിലായിട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മുകളിലെ ഒരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വളരെ മനോഹരമായി അടിപൊളിയായിട്ടാണ് ഓരോ ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ആ ഒരു ലുക്കിലാട്ടോ വീട് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ലെങ്ത്തിലായിട്ട് മിറർ നൽകി അവിടെയായിട്ടൊരു ഡ്രസ്സിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ബെഡ്റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. ഓരോ ബെഡ്റൂമും വളരെ മനോഹരമായിട്ടാട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു വീട്ടിലെ അടിപൊളിയായിട്ടുള്ള കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം. സ്റ്റെയർ കേസ് കഴിഞ്ഞ് താഴെ ഡൈനിങ് ഹാളിൽ നിന്ന് വളരെ മനോഹരമായിട്ട് ഓപ്പൺ കിച്ചണോട് കൂടിയിട്ടാണ് ഇവിടെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് 55 ലക്ഷം രൂപ വരുന്നത്. കിച്ചണിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് വാളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഹാള് കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് വുഡ് പാനലിങ് ചെയ്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടെ കൊടുത്തിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത്. വുഡിൻ്റെ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുള്ളത്. പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലായിട്ട് ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട്. സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി ഒരൊറ്റ കിച്ചണിൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും LED ലൈറ്റ്സും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. റെഡിമെയ്ഡ് കിച്ചണായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പർ ക്യാബിനറ്റ് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഗ്യാസ് ആണെങ്കിലും അതുപോലെ ഫ്രിഡ്ജും ഓവനും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ ഇവിടെയായിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലെങ്ത്തിലായിട്ട് നല്ല സ്പേസോട് കൂടിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കഴിഞ്ഞ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഏരിയ വരെ കിച്ചൻ്റെ സൈസ് വരുന്നത് 432x260 ആണ്. വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവിടെയായിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഷോപ്പീസ് ഐറ്റംസും കൂടെ കൊടുത്തിട്ടുണ്ട്.
ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഒരു ഗ്ലാസ്സിലായിട്ട് വരുന്ന കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. വിൻഡോക്കെല്ലാം ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം വൈറ്റ് കളറിലാണ് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ്സ് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് പ്ലേറ്റ് ട്രേ, പ്ലെയിൻ ട്രേ, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. കബോർഡ്സ് എല്ലാം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തതെന്ന്. കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈല് തന്നെയായിട്ട് വിരിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് ഓവൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓവനോട് ചേർന്ന് ഫ്രിഡ്ജിനായിട്ടൊരു പ്രത്യേക സ്പേസും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്പൺ കിച്ചൺ കഴിഞ്ഞ് ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസും കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് 210x235 ആണ്. ഇവിടെ അപ്പർ ക്യാബിനറ്റായിട്ടും താഴെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിലായാലും ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ, പ്ലേറ്റ് ട്രേ, കട്ട്ലറി ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തും നൽകിയിട്ടുണ്ട്. ഒരൊറ്റ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിലായിട്ട് വിറകടുപ്പ് വരുന്നില്ല. ഗ്യാസ് കഴിഞ്ഞ് ഇവിടെയായിട്ട് സിങ്കിനായിട്ടൊരു പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡ് ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയധികം സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടും ഈ ഒരു കിച്ചണിലായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിനായിട്ട് നൽകിയിരിക്കുന്നത്. 219x120 ആണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത്. സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിലായിട്ട് റാക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് വരുന്നത്. വുഡിലായിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോർ ഓപ്പൺ ചെയ്ത് സ്റ്റെപ്പ് കഴിഞ്ഞ് താഴെയായിട്ട് മുറ്റത്ത് മെറ്റലാണ് നൽകിയിട്ടുള്ളത്. അലക്കാനായിട്ടുള്ള സ്പേസും കൂടെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക്